പാസ്ത ഇൻ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ലൊരു പാസ്ത മിക്സ് കിട്ടിയിട്ടുണ്ട്. ഈ പാസ്ത വെച്ച് പാസ്ത ഇൻ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവുക. കുക്കറിലൊരു 2 സ്റ്റീം വേവിച്ച പാസ്ത ഇനി ഇതിനകത്തോട്ട് സ്ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. വേവിച്ച പാസ്ത സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. സോട്ടഡ് വെജിറ്റബിൾസിലോട്ടേക്ക് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് ഇളക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. സോട്ട് ചെയ്ത വെജിറ്റബിൾസിൻ്റെ കൂടെ പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്തു. എന്തായാലും ഒരു വ്യത്യാസം കാണാനുണ്ട് നിങ്ങൾക്ക്. കാരണം ഈ പാസ്തയ്ക്ക് നീളം കൂടുതലായിരുന്നുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. നല്ല ഭംഗിയായിട്ട് വെജിറ്റബിൾസിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കി വൈറ്റ് സോസിലോട്ട് മിക്സ് ചെയ്യണം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ റെഡിയാക്കിയിരിക്കുന്നു. ബട്ടർ, പാല്, പിന്നെ ഇത്രയും മൈദപ്പൊടി, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ സീസണിങ്, അതിൻ്റെ കൂടെ തന്നെ ജാതിക്ക ചിരണ്ടി ഇട്ടതും. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇത് ഓൺ ചെയ്ത് മെൽറ്റ് ചെയ്യാനായിട്ട് ബട്ടർ ഇട്ടിരിക്കുന്നു. ബട്ടർ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിനകത്തോട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്യണം. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മൈദ പൗഡറാണ്. മൈദ പൗഡർ ആഡ് ചെയ്ത് മൈദ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മൈദ കറുത്ത് പോകാൻ ഇടയാകരുത്. മൈദ മൂത്ത് കഴിയുമ്പോൾ പാല് കുറേശ്ശെ വീതം ഒഴിക്കണം. പാല് കുറേശ്ശെ വീതം ഒഴിച്ച് ഇത് കട്ടയാകാതെ. മൈദ ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് പാല് കുറേശ്ശെ വീതം ഒഴിക്കണം. ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആകുന്നത് വരെ കട്ടയില്ലാതെ ഇളക്കി 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 എടുക്കണം. വൈറ്റ് സോസ് ഏതാണ്ട് റെഡിയായി. വിസ്ക് വെച്ച് ഇളക്കുന്നതാണ് കട്ടയില്ലാതെ ഇരിക്കാനായിട്ട് എളുപ്പം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൗഡർ, പെപ്പർ പൗഡർ, ഒറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇടണം. അതല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കണം. അങ്ങനെ വളരെ രുചികരമായ പാസ്ത ഇൻ വൈറ്റ് സോസ് റെഡിയായി കഴിഞ്ഞു. രുചിയുള്ള പാസ്ത ഇൻ വൈറ്റ് സോസ് ചൂടോടെ കഴിക്കാം.